ദൈവങ്ങളുടെ നക്ഷത്രത്തിലാണോ നിങ്ങൾ ജനിച്ചത്? ഹൈന്ദവ പുരാണങ്ങളും ജ്യോതിഷശാസ്ത്രവും അനുസരിച്ച് പ്രധാനപ്പെട്ട 10 മൂർത്തികളും അവരുടെ അവതാര നക്ഷത്രങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള നക്ഷത്രങ്ങളും പറയാം. ശിവൻ തിരുവാതിര. പരമശിവന് ജനന മരണങ്ങളില്ലെങ്കിലും ശിവൻ ജ്യോതിർലിംഗ രൂപത്തിൽ അവതരിച്ചതും നടരാജ നൃത്തം ചെയ്തതുമായ നക്ഷത്രമാണ് തിരുവാതിര. ശ്രീകൃഷ്ണൻ രോഹിണി. അഷ്ടമി രോഹിണി നാളിലാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത്. ശ്രീരാമൻ പുണർധം. ചൈത്രമാസത്തിലെ നവമി തിഥിയും പുണർധം നക്ഷത്രവും ചേർന്ന ദിവസമാണ് ശ്രീരാമനവമി. സുബ്രഹ്മണ്യസ്വാമി കാർത്തിക. മുരുകനെ വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിന്റെ അധിപരായ കൃത്തികമാരാണ്. അതിനാൽ തൃക്കാർത്തിക അതിവിശേഷമാണ്. അയ്യപ്പൻ അഥവാ ശാസ്താവ് ഉത്രം. പങ്കുനി മാസത്തിലെ ഉത്രം നാളിലാണ് ധർവശാസ്താവിന്റെ അവതാരം. വാമനൻ തിരുവോണം. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് മഹാവിഷ്ണു വാമനനായി അവതരിച്ചത്. നരസിംഹമൂർത്തി ചോതി അഥവാ സ്വാതി നക്ഷത്രത്തിൽ. ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ ഭഗവാൻ അവതരിച്ചത് ചോതി അഥവാ സ്വാതി നക്ഷത്രത്തിലാണ്. ഭദ്രകാളി ദേവി ഭരണി. ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള നക്ഷത്രമാണ് ഭരണി. കേരളത്തിലെ ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലും ഭരണി അതിവിശേഷമാണ്. ശ്രീ പാർവതി ഭഗവതി മകം. ദേവിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഉണ്ടാകുന്ന നക്ഷത്രമാണിത്. ചോറ്റാനിക്കര മകം തൊഴിൽ ഇതിനുദാഹരണമാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച മനുഷ്യർക്ക് പ്രത്യേക ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. എന്നാൽ അത് അന്ധവിശ്വാസപരമല്ലാതെ മറിച്ച് ജ്യോതിഷപരവും യുക്തിപരവുമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വഭാവത്തിലെ സാമ്യതകൾ. ഏത് ദൈവത്തിന്റെ നക്ഷത്രത്തിലാണോ ഒരാൾ ജനിക്കുന്നത് ആ ദൈവത്തിന്റെ ചില ഗുണങ്ങൾ ആ വ്യക്തിയിലും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ശ്രീകൃഷ്ണന്റെ നക്ഷത്രമായ രോഹിണിയിൽ ജനിക്കുന്നവർക്ക് പൊതുവെ വലിയ ആകർഷണ ശക്തിയും കലകളോട് താല്പര്യവും ഉണ്ടാകും. ശ്രീരാമന്റെ നക്ഷത്രമായ പുണർധത്തിൽ ജനിച്ചവർക്ക് വലിയ ധർമ്മബോധവും എന്ത് കഷ്ടപ്പാട് വന്നാലും നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന സ്വഭാവമുണ്ടാകും. ശിവന്റെ നക്ഷത്രമായ തിരുവാതിരക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതും എന്നാൽ പെട്ടെന്ന് തന്നെ ശാന്തരാകുന്നതുമായ പ്രകൃതമായിരിക്കും. 2, ഈശ്വരാനുഗ്രഹം വേഗത്തിൽ ലഭിക്കും. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ അവരുടെ നക്ഷത്രത്തിന്റെ നാഥനായ ദൈവത്തെ ഇഷ്ടദേവതയായി കണ്ടു പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ഇവർക്ക് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. കാരണം അവരുടെ ജനന സമയത്തെ ഊർജവും ആ ദേവതയുടെ ഊർജവും തമ്മിൽ പ്രപഞ്ചത്തിൽ വലിയ ബന്ധമുണ്ട്. 3, ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് കരുതി ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാകില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. ഭൂമിയിൽ അവതരിച്ച സാക്ഷാൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും വരെ ഒരുപാട് പ്രതിസന്ധികളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ ഈ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ ഇവർക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ എത്ര വലിയ തകർച്ച വന്നാലും അതിൽ നിന്നും അത്ഭുതകരമായി ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു വലിയ ഇച്ഛാശക്തിയും അദൃശ്യമായ ഈശ്വര സംരക്ഷണവും ഇവർക്ക് ജന്മനാ തന്നെ ഉണ്ടാകും. പ്രതിസന്ധികളെ നേരിടാൻ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ഒരു കരുത്തുണ്ടായിരിക്കും. ഇതാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വരദാനം.